ജീവിക്കാൻ സംവിധാനം ഉണ്ടാക്കണം. ഫോറസ്റ്റിനോടും ജനവാസമേനോടും ചേർന്ന് കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഫെൻസിങ്, ശക്തമായ ഫെൻസിങ്ങും അതുപോലെ തന്നെ ശക്തമായ ട്രെഞ്ചുകൾ താത്തിക്കൊണ്ട് ജനങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് ഈ വന്യമൃഗങ്ങൾ കടക്കാത്ത സംവിധാനം ഒരുക്കിയാൽ മാത്രമാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ജനങ്ങളുടെ ആവശ്യം. അതിനൊരു ഉറപ്പ് കിട്ടുന്നതുവരെ ജനങ്ങൾ പിന്നോട്ടില്ല. ബോഡി വിട്ട് കിട്ടണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ, കളക്ടർ അല്ലെങ്കിൽ DFO അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ഇതിന് കൃത്യമായ ഒരു ഉറപ്പ് കൊടുക്കുന്നതുവരെ ജനങ്ങൾ മാറില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ആ ജനങ്ങളുടെ തീരുമാനപ്പം ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും നിൽക്കുകയാണ്. നാളെ കുട്ടമ്പുഴയിലും കോതമംഗലത്തും ജനകീയ ഹർത്താൽ. ഇവിടെ വൈദികരടക്കം ഇവിടെ നിൽക്കുന്നുണ്ട്. വൈദികരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളുണ്ട്. എല്ലാവരും തന്നെ ജനകീയമായിട്ട് ഇതിനെ നേരിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ജനകീയ ഹർത്താൽ 3 മണിക്ക് കോതമംഗലത്ത്, ജനകീയ ഹർത്താലും അതുപോലെ 3 മണിക്ക് ഒരു ജനകീയ പ്രകടനവും ധർണയും കോതമംഗലത്ത് ആണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ജനകീയ പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്നു. നാളെ കുട്ടമ്പുഴയിൽ വലിയ പ്രതിഷേധം. അതെ, ഞങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് പ്രതിഷേധിക്കും. ഇതിന് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലുള്ള ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഫോർമുലയിൽ ഇത് സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് ഫോറസ്റ്റുകാർ വിചാരിക്കേണ്ട. പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുന്ന വരെ ഞങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നതായിരിക്കും. വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉയരുകയാണ്. നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തി ഉറപ്പ് നൽകിയാൽ മാത്രമേ മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ അനുവദിക്കൂ എന്നവർ പറയുന്നുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. 6-7 മാസങ്ങൾക്ക് മുമ്പാണ് കാഞ്ഞിരവേലി എന്ന സ്ഥലത്ത് ഇന്ദിര അമ്മ എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് 2 ദിവസം മുൻപ് ചെമ്പൻകുഴിയിൽ ആൻമരിയ എന്ന പെൺകുട്ടി കാട്ടാനയുടെ ആക്രമണത്തിന് ഫലമായിട്ട് കൊല്ലപ്പെട്ടു. ഇവിടെയൊന്നും ഫോറസ്റ്റുകാർക്ക് അവർ രംഗത്തില്ല. ഇവരുടെ പണി എന്താണെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സംശയം. ഇവരുടെ പണി എന്താ? ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തിന്ന് അവർ ഓഫീസിൽ വെറുതെ ഇരിക്കുക. നിങ്ങൾക്കറിയാം, ഇവിടെയെങ്കിലും ഒരു ഫെൻസിങ്ങോ ട്രെഞ്ചോ ഇല്ല. നിങ്ങൾ പൂയംകുട്ടി ചെന്ന് നോക്ക്, ഫോറസ്റ്റ് ഓഫീസിന് ചുറ്റും ഇവർ ട്രെഞ്ച് താട്ടിട്ടുണ്ട്. അവർക്ക് സുരക്ഷിതത്വം വേണം. ഫോറസ്റ്റ് ഓഫീസുകളുടെ ഒക്കെ ചുറ്റും ട്രെഞ്ച് താട്ടിട്ടുണ്ട്, അതുപോലെ ഫെൻസിംഗ് ഉണ്ട്. പക്ഷെ പൊതുജനം താമസിക്കുന്നതിന് ചുറ്റും ട്രെഞ്ച് വേണ്ട, ഫെൻസിങ് വേണ്ട. അപ്പോൾ അവർക്കറിയാം കാട്ടാന വന്ന് ചവിട്ടിയാൽ ചാകുമെന്ന് ഫോറസ്റ്റുകാർക്ക് അറിയാം. അതുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിന് ചുറ്റും ട്രെഞ്ചുണ്ട്. അപ്പം നാട്ടുകാർ ചത്താൽ ഇവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് അതിശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കും. ഇതിന് തീരുമാനമുണ്ടായിട്ട് മാത്രമേ ജനങ്ങൾ പിന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉയരുന്നു. കുട്ടമ്പുഴ ഉരുളൻ തണ്ണിക്കടുത്ത് കണാച്ചേരിയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്.